ചുറ്റുമുള്ള ആൾക്കാരെല്ലാം ഹാപ്പി ആയിട്ടിരുന്നാലാണ് എനിക്ക് ഹാപ്പി ആയിട്ട് സമാധാനത്തിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആരെന്ത് ഹെൽപ്പ് ചോദിച്ചാലും അറിയാണ്ട് എസ് പറഞ്ഞു പോവാണ്, നോ പറയാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഒരു പീപ്പിൾ പ്ലീസിങ് സ്വഭാവം, ഇങ്ങനൊരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ലൈഫ് ഒന്ന് ഇൻട്രോസ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ചെറുതായിരുന്നപ്പോൾ നിങ്ങളുടെ പേരൻസ് നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ മാത്രം അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്കാർ. അപ്പോൾ ആ ചെറിയ മനസ്സിൽ നമ്മൾ വിചാരിക്കുകയാണ്, ഓക്കെ ഇങ്ങനെ നല്ല കാര്യവും ഹെൽപ്പൊക്കെ ചെയ്താൽ മാത്രമാണ് എനിക്കൊരു വാലിഡേഷൻ കിട്ടുള്ളൂ എന്ന് വിചാരിച്ച് ആ ചെറിയ മനസ്സിൽ നമ്മൾ ചെറുപ്പം തൊട്ട് ഇങ്ങനെ ട്രെയിനായിട്ട് വരികയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടീഷൻ വെക്കുവാണ്. പക്ഷെ പേരൻസ് നോക്കുമ്പോൾ എൻ്റെ എന്ത് നല്ല കൊച്ചാണ്, ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നു, അങ്ങനെ ചെയ്തു കൊടുക്കുന്നു. പക്ഷെ പ്രശ്നം പറ്റാൻ പോകുന്ന ആ കൊച്ച് വലുതായി ഒരു അഡൽട്ട് ആകുമ്പോഴാണ് നോ പറയാൻ പറ്റുന്നില്ല. ഇമോഷണലി ഡ്രെയിനായി പോവാണ്, എക്സോസ്റ്റഡ് ആയി പോവാണ്. കാരണം ചുറ്റുമുള്ള ആൾക്കാരെല്ലാം ഹാപ്പി ആയിട്ടിരുന്നാലാണ് ഈ കൊച്ചിന് സ്നേഹം കിട്ടുള്ളൂ എന്നാണ് വിചാരം. അപ്പോൾ നമ്മുടെ പേരൻസ് അവരറിയാത്തത് കൊണ്ട് ചെയ്ത കുറേ കാര്യങ്ങളും നമ്മുടെ പാരൻറ്ഹുഡിൽ അത് റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ആകെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അപ്പോൾ ഇഫ് യു ആർ എ പേരൻറ്റ്, മേക്ക് ഷുവർ നിങ്ങളുടെ കൊച്ചിനെ സ്നേഹിക്കുന്നത് കണ്ടീഷൻസ് വെച്ചല്ല എന്ന്.